രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ 2 സ്ഥലത്ത് മത്സരിച്ചപ്പോൾ നേരത്തെ അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചു. അവിടുന്ന് 2 തവണ വയനാട്ടിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. പിന്നെ അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിച്ചു. ഇപ്പോൾ റായ്ബറേലിയെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വയനാട് ഒഴിവ് വരുന്നു. ആ ഒഴിവിലേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. രാവിലെ സോണിയാജി വിളിച്ചിരുന്നു. അവർ പിന്നെ പെരുന്നാൾ ആശംസകൾ നേരാൻ വേണ്ടി വിളിച്ചതായിരുന്നു രാവിലെ. ഇപ്പോൾ വൈകിട്ട് KC വേണുഗോപാൽ വിളിച്ചു. അവരും ഈ കാര്യങ്ങളിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ അഭിപ്രായങ്ങൾ സിന്ധിക്കിനെ അറിയിക്കുകയാണെന്നുള്ള നിലക്കാണ് വിളിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ പോവുകയാണെങ്കിൽ പ്രിയങ്കയെ തന്നെ ഇങ്ങോട്ട് വിടണം എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യം തന്നെ അവരോട് പാർട്ടിയുടെ അഭിപ്രായം അറിയിച്ചതായിരുന്നു. ഇപ്പോൾ ആ നിലക്ക് തന്നെ അവർ തീരുമാനിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ UDF-നെ വലിയ നിലയ്ക്ക് ശക്തിപ്പെടുത്തും. UDF-നെ മാത്രമല്ല, ഇന്ത്യ മുന്നണിയെ തന്നെ നല്ല നിലയ്ക്ക് ശക്തിപ്പെടുത്തും. കേരളത്തിൽ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു നല്ല കെട്ടുറപ്പോടെയുള്ള ഒരു ഭാവി ഇവിടെ നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്ങും ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ആത്മവിശ്വാസം പ്രിയങ്ക ഗാന്ധി വരുന്നതിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയും. കാരണം പാർലമെൻറ്റിൽ പ്രിയങ്ക ഉണ്ടാവേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണിത്. കാരണം മോഡി തന്നെ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അത് വലിയ നിലയ്ക്ക് സഹായകരമാകും എന്നാണ്. രാഹുലും പ്രിയങ്കയും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവസാന വാക്കുകളിൽപ്പെട്ടവരാണല്ലോ. അത് രാഹുൽ കിട്ടുന്നത് ആ ഒരു പരിഗണന ജനങ്ങളും രാഹുൽ ഗാന്ധിയോട് ആ ദിവസം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാജിവെക്കുന്ന സ്ഥിതി വന്ന ഈ തീരുമാനം വേണമെന്ന് ജനങ്ങളും ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ചരിത്ര ഭൂരിപക്ഷമാണ് ലീഗ് ഉൾപ്പെടെ UDF-ന്റെ ഭാഗത്ത് കിട്ടിയത്. ആ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉറപ്പിക്കാൻ ലീഗിനൊരു UDF-ന് വെല്ലുവിളി ഉണ്ടോ? വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടും. രാഹുലിന്റെ പരിപാടിക്ക് അവർ പ്രചാരണത്തിൽ വരുമ്പോൾ തന്നെ വലിയ ആവേശമാണ് അവിടെ പ്രകടമായിരുന്നു. കണ്ടിരുന്നത്. അല്ല, തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യ അലയൻസിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഇന്ത്യ അലയൻസിന് കിട്ടും. പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെൻറ്റിലേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ വയനാട്ടിൽ നിന്ന് ഏതായാലും ചെല്ലും എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും. ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ച് വരലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം. എണ്ണം തേക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജയിച്ചത് ഇന്ത്യ അലയൻസ് ആണെന്ന് പറയുന്ന മാതിരിയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മുഴുവൻ അവരുടെ തട്ടകം എന്ന് പറയുന്നത് യു പി യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും, ഒരു സംശയമില്ല. അത് ജനങ്ങളും അതേ നോക്കുള്ളൂ. ജനങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവൺമെൻറ് വരലാണ്. കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട്. അവിടെ ഒരു പ്ലസ് പോയിൻ്റാണത്. ഈ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ തവണ ഉണ്ടായാലും അതേപോലെ അതേ സ്ട്രാറ്റജി തന്നെയാണോ പ്രിയങ്കയുടെ കാര്യത്തിലും ഒരു ആവേശത്തോടെ ഇറങ്ങുകയാണോ ഇനി? അല്ല, രാജ്യത്തെ മതേതരത്വം നിലനിർത്തലാണല്ലോ ആവശ്യം. അതുകൊണ്ട് ആ കാര്യത്തിൽ അത്യാവശ്യമായ സ്ട്രാറ്റജി എന്താച്ചാൽ അതെടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. അവിടെ പ്രധാനം അതാണ്. അതെ, തങ്ങൾ നേരിട്ട് രാവിലെ ആദ്യം വന്നപ്പോൾ തങ്ങൾ നേരിട്ട് ആണ് പിന്നെ വയനാടിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായ. ഞങ്ങളതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ്. ഇപ്പോൾ അബ്ബാസ് അലി തങ്ങളായിരുന്നു ഈ പ്രാവശ്യം. അതുകൊണ്ട് പാർട്ടി അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ്. ഞങ്ങൾ ഒരു വയനാട്ടിലെ തെരഞ്ഞെടുപ്പായിട്ടല്ല ആ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നോക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളവർക്ക് അതിൻ്റെ പ്രാധാന്യം പാർട്ടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവിടെ പോകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അപ്പോൾ ഒരു ഇമ്പാക്ട് ഉള്ള മണ്ഡലമാണ് വയനാട്. രാഹുൽ പ്രിയങ്ക ആദ്യമായിട്ട് മത്സരിക്കാറ്. അപ്പോൾ ലീഗിന്റെ ഒരു സാന്നിധ്യം ലീഗിന്റെ തരത്തിലും ആ ഒരു ഫോക്കസും കൂടെ ലീഗിലേക്ക് വരും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇമ്പോർട്ടൻസ് UDF-ലെ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഒന്നുമല്ല. ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അതിൻ്റെ പ്രതീകങ്ങളാണ് അവിടെ മത്സരിക്കുന്നത്. അതിന് ഫോക്കസ് കൊടുക്കും. അവരുടെ അല്ല, അത് അവർ തീരുമാനിക്കട്ടെ. പക്ഷെ അവരിന്ന്
ഞാൻ കണ്ട പ്രസ്താവന എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ മത്സരിക്കുന്നതാണ് പിന്നെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ നല്ലതെന്നൊക്കെ അവർ പറയുന്നത്. അത് അവർ തീരുമാനിക്കേണ്ട കാര്യം, ഞങ്ങൾ തീരുമാനിക്കും. പക്ഷേ ഇവിടെ അത് പ്രസക്തമല്ല. വൻ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും.